ജീവിതത്തിലെ സന്തോഷവും സമാധാനവും നേട്ടങ്ങളും ഒക്കെ ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാ ദിവസവും വിചാരിക്കും, ഓക്കെ, ഇന്ന് മുതൽ ഞാൻ എക്സസൈസ് ചെയ്ത് എൻ്റെ ആരോഗ്യം ശരിയാക്കി നിർത്തും. ഇന്ന് മുതൽ ഞാൻ എൻ്റെ കള്ളുകൂടിയൊക്കെ നിർത്തി നല്ലയാളായി തീരും. ഇന്ന് മുതൽ ഞാൻ സീരിയൽ കാണലൊക്കെ പകുതിയായി നിർത്തും. ഇന്ന് മുതൽ ഞാൻ എൻ്റെ കുറ്റം പറച്ചിലൊക്കെ നിർത്തും എന്ന് പറഞ്ഞ് നമ്മൾ എല്ലാ ദിവസവും സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും പഴയ റൊട്ടീനിലോട്ട് തിരിച്ചു പോകും. നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. എന്തുകൊണ്ടായത്? വിൽ പവർ ഇല്ലാത്തത് കൊണ്ടാണത്. വിൽ പവർ നേടുന്നതിന് 3 ഘടകങ്ങളുണ്ട്. 1, ഒരു പ്രവൃത്തി തുടങ്ങണം. 2, തുടങ്ങിയ പ്രവൃത്തി പൂർത്തിയാക്കണം. 3, പൂർത്തിയാക്കിയ പ്രവൃത്തിയെ കൂടുതൽ മെച്ചപ്പെടുത്തണം. ചേടാ, ഇതല്ലേ പറഞ്ഞത്? നമുക്കെല്ലാം തുടങ്ങാൻ പറ്റുന്നുണ്ട്, പക്ഷെ ഒന്നും നമുക്ക് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. പേടിക്കണ്ട. അതിന് നമുക്ക് ഒരു 7 ദിവസത്തെ ഒരു ചെറിയ പരിപാടിയുണ്ട്. പുതിയ പരിപാടിയൊന്നും അല്ല കേട്ടോ. നമ്മൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണം എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഒരു 7 ദിവസം ചെയ്തു കഴിഞ്ഞാൽ അത് പിന്നെ 70 ആകും. പിന്നെ നമ്മുടെ ജീവിതകാലം മുഴുവൻ ഒരു ശീലമായി അങ്ങ് തുടർന്നുള്ളൂ. വളരെ നിസ്സാരമായ ചെറിയ കാര്യങ്ങളാണ്. അപ്പോൾ വളരെ ചെറിയ കാര്യങ്ങളിൽ തന്നെ നമുക്ക് തുടങ്ങാം. ഇപ്പോൾ വിൽ പവറിന്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ഒരു പ്രവൃത്തി തുടങ്ങുക എന്നാണല്ലോ. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എളുപ്പത്തിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുണ്ട്. നമുക്കൊക്കെ സന്തോഷത്തോടെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഉറക്കം. നമ്മൾ ഉറങ്ങി ഈ പ്രവൃത്തി പൂർത്തിയാകുന്നത് നമ്മൾ ഉറക്കം ഉണരുമ്പോഴാണ് അല്ലേ. അപ്പൊ ഈ ഉറക്കം ഉണർന്നത് പൂർത്തിയാകണമെങ്കിൽ ചെയ്യേണ്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഉറക്കം എഴുന്നേറ്റുണ്ട് നമ്മൾ ചെയ്യുന്നത് എന്താ? മൊബൈൽ എടുത്തുകൊണ്ട് പിന്നെ ഒരൊറ്റ ഓട്ടമാണ് അല്ലേ. അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഉറക്കം ഉണർന്ന ഉടനെ പ്രാർത്ഥിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ 1 മിനിറ്റ് ബെഡിൽ ഇരുന്നൊന്ന് പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞ ഉടനെ നമ്മുടെ ബെഡ്ഷീറ്റും പില്ലോയും പായയൊക്കെ എടുത്ത് നല്ല വൃത്തിയായിട്ട് അടുക്കി മാറ്റി വെച്ചിട്ട് പോകാവും. ഇനി അത് കഴിഞ്ഞ് അതിന് സമയം കണ്ടെത്തിയേ പറ്റൂ. ഇനി വേറെ എന്ത് ധൃതി ഉണ്ടെങ്കിലും സമയം കണ്ടെത്തി അത് ചെയ്തിട്ടേ പോകാവൂ. അടുത്തത് നമ്മൾ നേരെ പോകുന്നത് ടോയ്ലറ്റിലോട്ടായിരിക്കും അല്ലേ. ടോയ്ലറ്റിൽ കയറിയാൽ പിന്നെ മേളമാണ്. അവിടെ ഒരു ക്രിക്കറ്റ് കളിയാണ്. നമ്മൾ ടോയ്ലറ്റിനകത്ത് കയറിയാൽ ബ്രഷ് എടുക്കുന്നു, പേസ്റ്റ് എടുക്കുന്നു, സോപ്പ് എടുക്കുന്നു, ചീപ്പ് എടുക്കുന്നു, എറിയുന്നു. അപ്പോൾ ഇത് നമ്മൾ ഓരോ സാധനങ്ങൾ എടുക്കുന്നിടത്ത് തന്നെ തിരിച്ചു വയ്ക്കാൻ ശ്രമിക്കുക. അതും വെറുതെ എടുത്ത് വയ്ക്കല്ല, വളരെ വൃത്തിയാക്കി ഓരോ സാധനവും തിരിച്ച് വയ്ക്കാൻ ശ്രമിക്കുക. നമ്മളെ തന്നെ ട്രെയിൻ ചെയ്യുകയാണ്. വളരെ വൃത്തിയാക്കി എടുക്കുന്ന ഒരു കാര്യം അത് പൂർത്തിയാക്കുന്നു, നമ്മൾ അവിടെ തന്നെ വെക്കുന്നു. ഓക്കെ, ഇത് പലരും ചെയ്യുന്നുണ്ടാവും. നമ്മൾ എടുക്കുന്നിടത്ത് തന്നെ തിരിച്ചു വെക്കുന്നുണ്ട്. പക്ഷെ അത് കുറച്ചുകൂടെ കരുതലോടെ ചെയ്യുക. അടുത്ത പ്രാവശ്യം കുറച്ചുകൂടെ മെച്ചപ്പെടുത്തി എങ്ങനെ കുറച്ചുകൂടെ വൃത്തിയാക്കി ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ നോക്കി ചെയ്യുക. ഇനി 3ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇനി അടുത്ത കിച്ചണിലോട്ടാണ്. ഇത് പലരും സ്കിപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പലരും സ്കിപ്പ് ചെയ്യുന്നുണ്ട്. സമയമില്ലാത്തത് കൊണ്ട് സ്കിപ്പ് ചെയ്യുന്ന ഒരു കാര്യം, ഒരിക്കലും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ നേരെ നമ്മൾ അടുക്കളയിൽ കയറിയിട്ട് ഫുഡ് ഉണ്ടാക്കണം, കഴിക്കണം. പലരും ഇത് രണ്ടും ചെയ്യാറുണ്ട്, കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു പരിപാടിയുണ്ട്, അതും പൂർത്തിയാക്കിയിട്ട് കിച്ചണിൽ നിന്ന് പുറത്തിറങ്ങാവും. എന്താണെന്ന് വെച്ചാൽ കഴിച്ച പാത്രം കഴുകി വെച്ചിട്ട് പുറത്തിറങ്ങാവും. ഇപ്പോൾ നമ്മൾ വിചാരിക്കും എനിക്ക് സമയമില്ല, ജോലിക്ക് പോകാനുണ്ട്, ഓഫീസിൽ പോകാനുണ്ട്, സ്കൂളിൽ പോകാനുണ്ട്, കോളേജിൽ പോകാനുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവിടെ സിങ്കിൽ ഇട്ടിട്ട് പോകും. വൈകുന്നേരം വന്നാലും ഞാൻ തന്നെയാണല്ലോ കഴുകാനുള്ളത്. അപ്പോൾ പൂർത്തിയാക്കിയ പോരെ എന്ന് വിചാരിക്കരുത്. ഇല്ല, രാവിലത്തെ നമ്മുടെ ഈ ചെറിയ കാര്യങ്ങൾ നമ്മൾ പൂർത്തിയാക്കിയേ പറ്റൂ. അതിന് സമയം കണ്ടെത്തിയേ പറ്റൂ. ആദ്യത്തെ 1-2 ദിവസം നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിരിക്കും. പക്ഷെ 2 ദിവസം കഴിയുമ്പോൾ സമയം നമ്മുടെ പരിധിക്ക് വന്നു തുടങ്ങും. സമയം കണ്ടെത്തി അത് കഴുകി വച്ചിട്ട് തന്നെ പോകണം. അങ്ങനെ നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തികളും പോലും നമ്മുടെ പരിധിയിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. വളരെ നിസ്സാരമായ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ വിൽ പവർ വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കും. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തൻ വലിയ കാര്യങ്ങളിലും വിശ്വസ്തനായിരിക്കും എന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ എല്ലാവരും ശ്രമിച്ചു നോക്കി റിസൾട്ട് പറയാൻ മടിക്കരുത്. നല്ലത് നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടുന്നോ അതൊക്കെ നമുക്ക് സ്വീകരിക്കുന്ന നന്മയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യാം. അതിന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ നന്മയുടെ മാറ്റം തുടങ്ങാം. അതിനായി എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു സുപ്രഭാതം നേരുന്നു.